വീരൻ സിംഹവും ചുണ്ടലിയും. കൂട്ടുകാരെ, ഇനി സ്നേഹത്തിന്റെ ഒരു കഥ പറയട്ടെ. യഥാർത്ഥ സ്നേഹത്തിന്റെ കഥ. വനത്തിലെ ഒരു തണൽ മരത്തിനു കീഴിൽ ഉറങ്ങുകയായിരുന്നു സിംഹരാജൻ വീരൻ. മരത്തിലുള്ള ഒരു പൊത്തിൽ ഒരു ചുണ്ടലി താമസിച്ചിരുന്നു. തന്റെ മാളത്തിനു താഴെ കിടന്നുറങ്ങുന്ന വീരൻ സിംഹത്തെ കണ്ടപ്പോൾ ചുണ്ടലിക്ക് ഒരു കുസൃതി തോന്നി. ചുണ്ടലി മരത്തിലൂടെ ഇറങ്ങി ഉറങ്ങിക്കിടന്നിരുന്ന സിംഹരാജന്റെ പുറത്തുകൂടി നടന്നു. ഉടൻ ഉണർന്ന സിംഹരാജൻ ഒറ്റ കുതിപ്പിന് ചുണ്ടലിയെ കൈപ്പിടിയിൽ ഒതുക്കി. തന്നെ ഒന്നും ചെയ്യരുതെന്നും ജീവനോടെ വിട്ടയക്കണമെന്നും കൈകൂപ്പി ചുണ്ടലി വീരൻ സിംഹത്തോട് പറഞ്ഞു. ഇത് കേട്ട് മനസ്സലിഞ്ഞ വീരൻ സിംഹം ചുണ്ടലിയെ വെറുതെ വിട്ടു. സിംഹത്തിനോട് ചുണ്ടലി പറഞ്ഞു, എന്നെ രക്ഷിച്ചതിന് ഒരിക്കൽ പ്രത്യുപകാരം ചെയ്യും എന്ന്. ഒരു തമാശ കേട്ടതുപോലെ സിംഹം ചിരിച്ചു. കാട്ടിലെ രാജാവായ തന്നെ ഒരു കുഞ്ഞു ചുണ്ടലി എങ്ങനെ സഹായിക്കാനാ? ഒരു ദിനം ചുണ്ടലി വരുന്ന വഴിയിൽ നായാട്ടുകാരുടെ വലയിൽ കുരുങ്ങിയ വീരൻ സിംഹത്തിനെ കണ്ടു. തനിക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള അവസരമായി അതിനെ കണ്ട് ചുണ്ടലി വല കണ്ണികൾ ഓരോന്നായി മുറിച്ചു സിംഹത്തിനെ രക്ഷപ്പെടുത്തി. സിംഹം ചുണ്ടലിയോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവർ വളരെ കാലം സുഹൃത്തുക്കളായി ആ വനത്തിൽ ജീവിച്ചു. നന്മ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നിപ്പോൾ ഈ കഥയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ.